ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇവിടെയും എല്ലാവരും സുഖമായിരിക്കണു. ബിസി ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നേ സുഖമായിരിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് മുന്നയുടെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ഫെബ്രുവരിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കിച്ചു സുഖമായി പോകുന്നു, കണ്ണേട്ടൻ സുഖമായി പോകുന്നു, എല്ലാവരും തിരക്കായിട്ട് പോകുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് ക്യാപ്ചർ ചെയ്ത പല വീഡിയോസ് ഒരുമിച്ച് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ, നമുക്ക് രാവിലത്തെ പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ തരുന്ന ആൾക്കാരുണ്ട്. അതേമാതിരി കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്ന അവർ ഇപ്രാവശ്യം ചോദിച്ചത് നമ്മളെന്താ വെച്ചാൽ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരയ്ക്കും അവർക്ക് എന്താണോ വേണ്ടത് അത് ഒരു മെനു അങ്ങോട്ട് ചാർട്ട് ചെയ്ത് വെക്കും. ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാത് ദിവസങ്ങൾ നമുക്ക് അങ്ങോട്ട് അയച്ചാൽ മതിയല്ലോ. ഇപ്രാവശ്യം അവർ ചോദിച്ചിരിക്കുന്നത് പുട്ട്, നാടൻ വറുത്തരച്ച ചിക്കൻ കറി, സെറ്റ് ദോശ, മീൻകറി, ഇതായിരുന്നു അവർക്ക് ഞാൻ കൊടുത്തയച്ചത്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ, ബിക്കോസ് എന്താ വെച്ചാൽ 7:45 8 മണിയാകുമ്പോഴേക്കും ഇത് സപ്ലൈ പോകണം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടിൻ്റെത് എന്താണെന്ന് വെച്ചാൽ ലോങ് പുട്ടല്ല, അവർക്ക് ചിരട്ട പുട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈം കൺസംഷനാണ് ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോഴേക്കും. പക്ഷെ നമ്മൾ സമയം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തു. ആൻഡ് നമ്മുടെ സെറ്റ് ദോശയ്ക്കുള്ള മാവ് തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കുള്ള മെനു ക്യൂറേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാണ്ടാണ് കാര്യങ്ങൾ പോവുക. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്താണോ വേണ്ടത് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഞാൻ മെനു അങ്ങോട്ട് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യും. സോ ഇത് സെറ്റ് ദോശ ആയിക്കൊണ്ടിരിക്കണം. സെറ്റ് ദോശ സൂപ്പറാണ്, നല്ല ഒരു ഫീലാണ് ഈ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ. അവർ ഓൾറെഡി ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നിന്ന്. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ അവർക്ക് വേണമെന്ന് പറഞ്ഞത്. സോ നമ്മൾ സെറ്റ് ദോശ എല്ലാം ഉണ്ടാക്കി. ആദ്യം സെറ്റ് ദോശ ഞാൻ കൊടുത്ത സമയത്ത് അവർക്ക് പീനട്ട് ചട്നിയും സാമ്പാറും കൂടിയിട്ടാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു മീൻകറിയുടെ കൂടെ അവർ കഴിച്ചു. അപ്പോൾ അതും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നതുകൊണ്ട് അവർക്ക് എല്ലാം അവർ കഴിച്ച് ഇഷ്ടപ്പെട്ട വിനീസ് കിച്ചണിൻ്റെ വിഭവങ്ങളെല്ലാം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓരോ ദിവസം ഓരോന്നായിട്ട് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സെറ്റ് ദോശ ഇങ്ങനെയാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ അടച്ചു വെച്ചിട്ടാണ് അതിനെ വേവിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ചിടും. ഒരുപാട് മൊരിയിച്ചെടുക്കാൻ പാടില്ല സെറ്റ് ദോശ. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാവാണ് അതിന് നമ്മൾ അരയ്ക്കുന്നത്. എന്നിട്ട് നല്ല ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിച്ച് പോവും അത്. എനിക്ക് പ്രത്യേകിച്ചിട്ട് ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ദോശ ആൻഡ് വടകറി. ഇതാണ് ഏറ്റവും ഫേമസ്. ചെന്നൈ വടകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിച്ച ആ ഒരു കാര്യം ഇതായിരുന്നു. അപ്പോൾ നമ്മളത് നീറ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുത്തു. ഈ ഒരു വലുപ്പമാണ് വിനീസ് കിച്ചണിലെ സെറ്റ് ദോശ വരുന്നത്. പുട്ടും നമ്മളെല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ആ കറക്റ്റ് ടൈം ഡെലിവറി എന്നുള്ളത് അവർ 7:30 എല്ലാ ദിവസവും കറക്റ്റായിട്ട് അവർ വന്ന് വാങ്ങിയിട്ട് പോകും. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി ഇവിടെ വെക്കലാണ് നമ്മുടെ പതിവ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. ഇനി എന്താ പറയുക, ഈ ഒരു സംഭവം അവർക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലും ഒരുപാട് വലിയ ഫാൻസ് ഉള്ള കാര്യമാണ് ഈ പുട്ടും ചിക്കൻ കറിക്കും. പ്രത്യേകിച്ച് കണ്ണേട്ടന് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇഷ്ടമാണ്. പക്ഷേ പുട്ട്, ഈ വറുത്തരച്ച ചിക്കൻ കറി കണ്ണേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. രാവിലത്തെ ആ ഒരു സംഭവം നീറ്റായിട്ട് ചെയ്തു. ഇനി ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്ന ഒരു വീഡിയോ, ഞാൻ എങ്ങനെ ഇത് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ബേസിക്കലി എനിക്കൊരു മെസ്സേജ് വരികയാണ് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് മെസ്സേജ് വരണതെന്ന് വെച്ചാൽ, വിനി, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ യൂട്യൂബിൽ ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാം. എൻ്റെ പേര് ജെസ്സി എന്നാണ്. ആൻഡ് എന്താണ് പറയുക, എൻ്റെ മോൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസായിട്ട് നമ്മൾ ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സർപ്രൈസ് ഡിന്നറിന് ഞാൻ നിങ്ങളുടെ മെനു ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലഞ്ച് നിങ്ങൾ കൊണ്ടുവന്ന്, നിങ്ങൾ വിനീസ് കിച്ചൻ്റെ ഫുഡാണ് വേണ്ടത്. സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ഇത് വരികയാണ്, മെസ്സേജ് വരികയാണ്.
അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നു. പക്ഷേ യൂട്യൂബിൽ കണ്ടിട്ട് അവർക്ക് എന്നെ പരിചയമുള്ളത് കൊണ്ട് അവർക്ക് എല്ലാ കാര്യവും എൻ്റെ അറിയാം. എനിക്കായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ജെസ്സിക്ക് എല്ലാം എൻ്റെ കാര്യം അറിയാം. പക്ഷേ ഒരു ബന്ധം എങ്ങനെ ഫോം ആവണമെന്നുള്ളത് തന്നെ നമ്മൾ ഇന്നേ ദിവസം വരയ്ക്കും ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. എന്നെക്കുറിച്ച് കംപ്ലീറ്റ് അറിയാവുന്ന ഒരു വ്യക്തി, എൻ്റെ യൂട്യൂബ് തൊട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി. അന്ന് നമ്മൾ മെനു എന്തൊക്കെ വേണം മോൻ്റെ ആഗ്രഹപ്രകാരം എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു രീതി ഫോണിൽ കൂടെ തന്നെയാണ്. പക്ഷേ ആ സംസാരം ഓൾമോസ്റ്റ് 1 to 2 hours ഞങ്ങളുടെ പോയി. വെറും മെനു ക്യൂറേറ്റിംഗ് മാത്രമായിരുന്നില്ല അന്ന് എന്തോ എനിക്ക് ഈ വ്യക്തിയെ നല്ലപോലെ അറിയാമെന്നും അതെൻ്റെ കുടുംബം പോലെയാണ് എന്നും തോന്നുന്ന ഒരു നിമിഷം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജെസ്സിക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ജെസ്സി പറഞ്ഞ എല്ലാ കാര്യവും, ജെസ്സിയുടെ മോന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും ഉണ്ടാക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയി ഡെലിവറി കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോവാം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അവിടെ പോയപ്പോൾ സീന് മൊത്തം മാറി. അവിടെ പോയപ്പോൾ അതെൻ്റെ വീടായിട്ട് എനിക്ക് തോന്നി. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇതാവുന്നത്. അതായത് പെർട്ടിക്കുലർലി ഷെഫ് വന്നിട്ട് സർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് പരിചയമുണ്ട് എന്ന് തോന്നി. ഈ ഗ്രീൻ കളറായിട്ട് ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് ജെസ്സി. അവിടെ എന്താണ് പറയുക, ബ്ലാക്ക് കളർ ടീഷർട്ടിൻ്റെ അപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്നതാണ് മോൻ ഹരീഷ്. ആൻഡ് എന്താണ് പറയുക, എല്ലാം മനു കിച്ചുവൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എൻ്റെ കൂടെ. ജെസ്സി ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഉണ്ടായിരുന്നു. ജെസ്സിക്ക് നല്ലപോലെ അറിയാം ഞാൻ ഇത്രയും ഹെവി കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല എന്ന്. അപ്പോൾ ജെസ്സി എനിക്ക് വേണ്ടിയിട്ട് രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ചോറുണ്ടിട്ടാണ് പോയത്, പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി. എനിക്കറിയില്ല ആ ബന്ധം എങ്ങനെയാണ് ഇത്ര അധികം ഡെവലപ്പായിട്ടുള്ള രീതിയിലായതെന്ന്. എല്ലാം ഒരു ഡിഫറെൻ്റായിട്ട് പെട്ടെന്നൊരു വഴിത്തിരിവോട് കൂടിയിട്ട് നമ്മൾ കാണാത്തൊരു വ്യക്തിയെ ഒരുപാട് ഫാമിലി ആയിട്ട് അറിയുമെന്നുള്ളൊരു ലെവലിലേക്ക് ബന്ധം പോയി. ഇന്ന് ജെസ്സി നാട്ടിൽ പോയിട്ട്, കോയമ്പത്തൂരാണ് ജെസ്സി, കോയമ്പത്തൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ജെസ്സിയുടെ അടുത്ത് പറയുന്നത്, ജെസ്സി എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ച് തരാറുള്ള കണ്ണൻ മോഹനത്തെ ജിലേബി വേണം, ധീരജ് ലാലിൻ്റെ ഹലുവ വേണം. ഞാനൊന്നും ഇങ്ങനെ ആരടുത്തും പറയാറില്ല, എനിക്കൊന്നും അങ്ങനെ വരൂല്ല പറയാൻ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ജെസ്സിയുടെ അടുത്ത് അങ്ങനെ പറയണത്. ചില ബന്ധങ്ങൾ അങ്ങനെയല്ലേ, നമുക്കങ്ങനെ ഒരുപാടൊന്നും അവരെ കാണണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് അവരായിട്ട് ബന്ധം ഉണ്ടാവും എന്ന് പറയില്ലേ, അത് സത്യം തന്നെയാണ്. അങ്ങനെ ജെസ്സിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർത്ത അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഒരുപാട് വലിയ ഓർഡറായിരുന്നു. പരിപ്പ് വട തൊട്ട് മീൻകറി തൊട്ട് പനീർ മറ്റേ ഗീ റോസ്റ്റ് തൊട്ട് വാൾനട്ട് ബീറ്റ്റൂട്ട് ആപ്പിൾ സാലഡ് തൊട്ട് ഒരുപാട് വലിയ ഓർഡർ എനിക്ക് കൊടുത്തയക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെസ്സിയുടെ അടുത്ത് വേഗം യാത്ര പറഞ്ഞിട്ട് നമ്മൾ അതുമൊക്കെ റെഡിയാക്കി വെച്ച് അതും അയച്ചു. പിന്നെ ഒരു ദിവസം ഉണ്ടായ ഒരു കാര്യമാണിത്. ഏതൊരു ഈവൻറ്റിന് മുമ്പും ഞാൻ ഒരു വലിയ ഈവൻറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു ടേസ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട് ക്ലയൻസായിട്ട്. അതായത് ഒരുപാട് ക്രൗഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ക്വിസീൻ ഞാൻ ഉണ്ടാക്കിയിട്ട് അവർക്കൊരു സാമ്പിൾ ടെസ്റ്റിംഗ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തിട്ടില്ല എന്ന് വെക്കും. അപ്പോൾ അവരുടെ പ്രിഫറൻസ് ഇല്ലെങ്കിൽ ഓരോ ഡിഷും ഓരോ ഷെഫുമാരും ഉണ്ടാക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഈവൻറ്റ് വളരെ സ്മൂത്തായിട്ട് പോവുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയും, നിങ്ങളുടെ വീട്ടിലൊരു ഈവൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിംഗ് റൺ നടത്താം, എന്നിട്ട് നിങ്ങൾ പറയൂ എന്ത് കുറയ്ക്കണം, എന്ത് കൂട്ടണം, എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന്. ഈ ഒരു ഈവൻറ്റ് നടക്കാൻ പോകുന്നത് തായ് ബേസ്ഡ് ആണ്, പ്യുവർ തായ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വിഭവവും ഇന്ന് അവരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള തായ് ആണ്. അപ്പോൾ ഇത് തായ് ബേസൽ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന വെജ് ഫ്രൈഡ് റൈസ് ആണ്. ആൻഡ് പിന്നെ അവർ ചോദിച്ചിരുന്ന വിഭവങ്ങൾ എല്ലാം പ്യുവർ തായ് ആയതുകൊണ്ട് തന്നെ നമ്മളും അതേ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ തായ്ലാൻഡ് ബേസ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ആൾക്കാരാണ്.
അതുകൊണ്ട് തന്നെ അവർ ഒത്തൻറ്റിക് ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള തായ് ഫുഡാണ് നോക്കുന്നുണ്ടായിരുന്നത്. സോ അവർ എൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ മെനു ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് ഫൈനൽ മെനുവിലേക്ക് വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഫ്ലേവർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ കമേഴ്ഷ്യലായിട്ട് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിംഗ് ഒന്നും തരില്ലല്ലോ. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ്, ഞാനൊരു കമേഴ്ഷ്യലായിട്ടുള്ള രീതിയിൽ അല്ല ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൈവറ്റ് ഷെഫാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഷെഫിൻ്റെ കടമ എപ്പോഴും ആ ഒരു എന്താണ് ക്ലയൻറ്റിൻ്റെ അറിഞ്ഞ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ തായ് ബേസിൽ വെജ് ഫ്രൈഡ് റൈസ്, ബീഫ് ബേസിൽ എന്ന് പറയുന്നത്, അതേമാതിരി തന്നെ തായ് ഗ്രീൻ ചിക്കൻ കറി, പിന്നെ ഉള്ളത് പ്രോൺ ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിറ്റൈസർ. ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ടോം യോം ഗൂങ് എന്ന് പറയുന്ന ഒരു സൂപ്പ്. ഇതെല്ലാമാണ് നമ്മൾ അന്ന് സെർവ് ചെയ്തത്. അവർക്ക് നമ്മൾ സാമ്പിൾ കൊടുക്കുകയായിരുന്നു. അവർ ആ സാമ്പിൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ നമ്മൾക്ക് റിവേർട്ട് ചെയ്യും, ഇതിൽ ഇത്ര സ്പൈസ് കമ്മിയാക്കൂ, ഇതിൽ ഇത്ര ഇതാക്കൂ, ഇതിലിങ്ങനെ ചെയ്യൂ, അതിലങ്ങനെ ചെയ്യൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ പറയും. അല്ല, അവർ പറയുകയാണ് ഒന്നിൻ്റെ ആവശ്യമില്ല വിനി, നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ടു ഗോ, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് മീൻ അരച്ചതാണ്. ഫോർ എക്സാമ്പിൾ പ്രോൺ ടോസ്റ്റ് ആണ്. പ്രോൺസും പിന്നെ എന്താണ് പറയുക, വൈറ്റ് ഫിഷും കൂടി അരക്കുകയാണ് കുറച്ച് മസാല ഇട്ടിട്ട്. ഞാൻ ഈ ഒരു റെസിപ്പീസ് ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തൻറ്റിക് തായ് എനിക്കിഷ്ടമല്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയൂ, നമ്മൾ എന്ത് റെസിപ്പി വേണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് തരാം. സോ ഈ ഒരു റെസിപ്പീസൊക്കെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതന്നെയാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയൂ, വിൻചേച്ചി ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാട്ടോളൂ. എനിക്ക് അങ്ങനത്തെ വിരോധമൊന്നുമില്ല. സോ എല്ലാം നമ്മൾ ആക്കി വെച്ചു. ആൻഡ് ഈ ഒരു ടേസ്റ്റ് ടെസ്റ്റിംഗ് തായിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു ടേസ്റ്റ് ടെസ്റ്റിംഗ് ഏത് വിഭവത്തിന് വേണമെങ്കിലും, ഈവൻ ഒരു ഇഡ്ഡലി സാമ്പാർ ആണെങ്കിൽ പോലും അവർ പറയണേ, ഇല്ല വിനി ടേസ്റ്റ് ചെയ്തിട്ടേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും റെഡി ആവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അതേ പറയുള്ളൂ. എന്താ വെച്ചാൽ അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും, അത് എത്ര ലെവലിലേക്ക് കുക്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ എവറിത്തിങ് നമ്മൾ ചെയ്തു. പ്രോൺ ടോസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഫിഷ് അരച്ചത് തേച്ചിട്ട്, ആ മസാലയോട് കൂടിയിട്ട് തേച്ചിട്ട് അതിലേക്ക് നമ്മൾ സെസ്മി സീഡ്സും എന്താണ് പറയുക റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് അതിനെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ചെയ്യാം, ബീഫ് ചെയ്യാം, മട്ടൺ ചെയ്യാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് അവരുടെ പ്രോൺ ടോസ്റ്റ് തന്നെയാണ്. ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയെന്ന് മാത്രം, അവരൊക്കെ സ്ക്വയർ പീസിലാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഇൻ്റർനാഷണൽ കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ സബ്ബായിട്ടുള്ള എന്താണ് പറയുക സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതിൽ സബ്ബായിട്ട് സബ്ജക്ട്സ് വരുന്ന സമയത്ത് ഞാൻ ചൂസ് ചെയ്തതാണ് തായ്, ചൈനീസ്, ജാപ്പനീസ് ക്വിസീനൊക്കെ. അത് തന്നെ ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ മക്കൾക്ക് എന്താണോ താല്പര്യം അതിനെ ഞാൻ കൂടുതൽ പഠിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ അന്ന് അതൊക്കെ ചൂസ് ചെയ്തത്. സോ ഇതുപോലെ ആയിരിക്കും പ്രോൺ ടോസ്റ്റ് നിങ്ങൾക്ക് വരിക. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വറുത്ത് കോരുന്ന സമയത്ത് ആ മീൻ ഒരിക്കലും താഴെ വീണ് പോവില്ല. പിന്നെ ഇതാ നമ്മുടെ തായ് ഗ്രീൻ കറി. ഇത്രയും വെജിറ്റബിൾസ് ഒരു തായ് ഗ്രീൻ കറിയിൽ, ചിക്കൻ കറിയിലാണെങ്കിലും ഇത്രയും വെജിറ്റബിൾസ് ഏത് റെസ്റ്റോറൻറ്റിലും ഇടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഒരു ഹോം കുക്ക്ഡ് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രത്യേകതയോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കണോ അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും കണക്കാക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് എന്തെങ്കിലും കടം തൊലിഞ്ഞ് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. സോ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് ബാക്ക് സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ വരുന്നതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് ടോം യോങ് ഗുങ്. ടോം യോങ് ഗുങ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ക്രീമി സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ട്, ഒന്ന് ഒരു എന്താ പറയുക സ്പൈസി സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിതിവിടെ ക്രീമി സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ബേസ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യം. സോ എല്ലാം ഉണ്ടാക്കി ബേസ് തൊട്ട് തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തൻറ്റിക് ഫ്ലേവർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ക്രീമി ടോം യോങ് ഗുങ് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ എക്സ്ട്രാ എന്നുള്ള നിലയിൽ
കുറച്ച് ഇനോക്കി, കുറച്ച് ബീച്ച് മഷ്റൂംസ് എല്ലാം ആഡ് ചെയ്തു. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്നാൽ കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ചെയ്തു. ആൻഡ് ഫ്രഷ് പ്രോൺസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളരെ ഫ്ലേവറാണ്, ഫിഷ് ഫ്ലേവറൊക്കെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയും, അത് ആ റെസിപ്പി ഞാൻ എന്തായാലും കാണിച്ചു തരാം. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മളുടെ ചാനലിൽ അങ്ങനെ ഒരു രീതിയിൽ ഇടുമ്പോഴൊന്നും ആൾക്കാർ കാണാറുമില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കമൻസിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇൻവോൾവ് ചെയ്ത് അത് കൊണ്ടുവരാൻ നോക്കാം. സോ ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുത്തു. അതവിടെ കഴിഞ്ഞു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചീസ് കേക്ക് ഉണ്ട്, ജാപ്പനീസ് ചീസ് കേക്ക് എന്നറിയപ്പെടുന്ന, ഗ്രീക്ക് യോഗട്ടും ബിസ്ക്കറ്റും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സംഭവം കൂടി കിച്ചുവിന് ചെയ്തു കൊടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പിന്നാലെ നിൽക്കുമായിരുന്നു. അമ്മയ്ക്ക് തിരക്കാണ്, അമ്മ എനിക്കിത് ചെയ്തു തരുന്നില്ല പറഞ്ഞിട്ട്. തൈര് ഗ്രീക്ക് യോഗട്ട് തന്നെ വേണം, അതിലേക്ക് നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അവർ ബിസ്കോഫാണ് എടുക്കാൻ പറഞ്ഞത്. ഞാനിവിടെ മിൽക്ക് പിക്കീസ് എടുത്തു എന്ന് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ നമുക്ക് ഈ ഗ്രീക്ക് യോഗട്ടിൽ വേണമെങ്കിൽ ഹണി, വാനില അതെല്ലാം വേണമെങ്കിൽ മിക്സ് ചെയ്യാം എന്ന് എനിക്ക് പിന്നെ തോന്നി, ഇത് കഴിച്ചപ്പോൾ തോന്നി. പക്ഷേ വൈറൽ വീഡിയോയിൽ അതൊന്നും മിക്സ് ആവുന്നില്ല. വൈറൽ വീഡിയോയിൽ വെറും ഗ്രീക്ക് യോഗട്ടും ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന പോലെ ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. എനിക്കൊരു അഡീഷണൽ ആയിട്ട് അത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഹിറ്റ് എന്ന്. അപ്പോൾ ഗ്രീക്ക് യോഗട്ട് എടുക്കുക. ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് ലെയർ ചെയ്യുക. ഈ ചീസ് കേക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുപ്പ് പോലും കത്തിക്കേണ്ട. ഞാനിത് മനുവിനും റെസിപ്പി പറഞ്ഞു കൊടുത്തു. അവന് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ അവന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവനത് പഠിക്കാൻ പറ്റും. സോ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഓവർ നൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു നോക്കുമ്പോൾ അടുത്ത ദിവസം തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സോഫ്റ്റ്, മുകളിലേക്ക് ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ട് സോഫ്റ്റായി ഉണ്ടാവും. ആ തൈരിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ബിസ്ക്കറ്റും അങ്ങോട്ട് നന്നായിട്ടായിട്ട് ആ തൈരോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സോ ചീസ് കേക്ക് ഫാൻ ആയിട്ടുള്ള ഇവിടെ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുത്തു. അത് വെൽ അപ്രൂവ്ഡ്. ഇന്നത്തെ കാലത്തെ പിള്ളേർ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ണേട്ടന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇഷ്ടാവാതെ ആയിക്കഴിഞ്ഞാൽ അതെനിക്ക് സമാധാനമില്ല. കണ്ണേട്ടനും കൂടി അത് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടന് ഓക്കെ. കണ്ണേട്ടന് അങ്ങനെ വലിയ ചീസ് ഫാനൊന്നും അല്ല. പക്ഷേ എനിക്ക് മക്കളെ അതൊന്നും തീരെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് പൊതുവേ ചീസ് കേക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്നാലും ഓക്കെയാണ്. ഞാനൊരു ടേസ്റ്റൊക്കെ നോക്കുന്ന ഒരാളാണ്. എനിക്ക് തീരെ പറ്റിയില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൽ കൂടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ആഡ് ചെയ്താൽ ഇതൊരു നല്ല റെസിപ്പി ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഷെഫ് എന്നുള്ള നിലയിൽ ഞാനിതിനെ എങ്ങനെ വേരിയേഷൻ ആക്കാം എന്നാണ് ചിന്തിച്ചത്. പക്ഷേ കിച്ചാപ്പു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് എത്ര പറഞ്ഞിട്ടും പോരാ. അവനെന്നിട്ട് പറയണത് എന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ട ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നൊക്കെയാണ്. എനിക്കറിയില്ല ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ ടേസ്റ്റ് എന്താ ഇങ്ങനെ ഉള്ള ഒരു ടേസ്റ്റ് ആവണത് എന്ന്. സോ ഞാനിതൊരു വേരിയേഷൻ ആയിട്ടുള്ള രീതിയിൽ ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് അറിയിക്കാം. ആ ഒരു വേരിയേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഇത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളും ട്രൈ ചെയ്തോളൂ. എൻ്റെ സ്വാദിനനുസരിച്ച് എനിക്കിഷ്ടമായില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ വൈറൽ ചീസ് കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് അത്രയും സൂപ്പറാണ്. സോ കുറച്ചെടുത്ത വീഡിയോസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു റെസിപ്പി, പുതിയൊരു വീഡിയോ, പുതിയൊരു വ്ളോഗുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ എല്ലാവർക്കും. ബൈ.